الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئاتنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آله وأصحابه اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ സകല അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അഖിലവും അവന്റെ തൃപ്തിയിലായി അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കുമെല്ലാം പരിപൂർണ ശിഫാ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറാകുന്ന ജീവിതത്തിൽ കഴിയുന്ന നമ്മുടെ മുൻഗാമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും പാപങ്ങളെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർ ജീവിതത്തിൽ ചെയ്തു വെച്ച സകല നന്മകൾക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകുമാറാകട്ടെ. സ്വർഗം നൽകി അവരെയും നമ്മെയും പടച്ച റബ്ബ് സന്തോഷിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ നാം ഒന്ന് എഴുതി നോക്കുകയോ എണ്ണി നോക്കുകയോ ചെയ്താൽ അതിന് ഒരു അവസാനം ഉണ്ടാവുകയില്ല. നമുക്ക് എണ്ണി തീർക്കുവാൻ സാധിക്കുകയില്ല. അതിനെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നു. ആ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നോക്കുകയാണ് എങ്കിൽ അതിനെയും നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് അല്ലാഹു തആല നല്ല സൗന്ദര്യം നൽകി. നമ്മുടെ അംഗങ്ങൾക്ക്, ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ന്യൂനതയും നൽകിയില്ല. നമുക്ക് നല്ല കുടുംബം, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല വാഹനങ്ങൾ, നല്ല ജോലികൾ, നല്ല നല്ല പദവികൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓശാരമായി നൽകിയതാണ്. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ നേടിയെടുത്തതായി ഒന്നും തന്നെ നമുക്കില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. ഇങ്ങനെയുള്ളതായ അനുഗ്രഹങ്ങളിൽ വെച്ച് പരിശുദ്ധരായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകുന്നതായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതായ അനുഗ്രഹമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകിയതായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ പറ്റി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ്. അങ്ങനെയുള്ളതായ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി അധികം ആളുകളും മഗ്ബൂനും മിനൻ നാസ്, അശ്രദ്ധരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ധാരാളം അനുഗ്രഹങ്ങൾ, നാപ്പി പറഞ്ഞതായ അനുഗ്രഹങ്ങളെല്ലാം അത് അല്ലാഹു നമുക്ക് നൽകിയതായ അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ നാം അതൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാത്ത രണ്ട് അനുഗ്രഹങ്ങളെ പറ്റിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുന്നത്.
ആ അനുഗ്രഹങ്ങളെ പറ്റി ജനങ്ങളിൽ കൂടുതൽ പേരും അശ്രദ്ധരാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒന്ന് അവന്റെ ആരോഗ്യമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതായ ആരോഗ്യം. ഈ ആരോഗ്യത്തിന്റെ മഹത്വം എന്താണ്? ഈ ആരോഗ്യത്തിന്റെ ഗുണം, നാം അനുഭവിക്കുന്നതായ സുഖം എന്താണെന്ന് നാം അറിയണമെങ്കിൽ നാം ഒരു രോഗിയാകണം. നാം ഒരു രോഗിയായി കൊണ്ടൊന്ന് കിടപ്പിലാവുകയോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുകയോ ചെയ്യുന്നതായ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഞാൻ എത്ര വലിയ ഭാഗ്യവാനായിരുന്നു, പടച്ച റബ്ബ് എനിക്ക് നൽകിയത് എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു പരീക്ഷണം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ആരോഗ്യത്തിൽ വരുമ്പോഴാണ് നാം അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെയും ആഫിയത്തോടെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ വൃദ്ധരായ നമ്മുടെ കാരണവന്മാരായ ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്കറിയാം അവർ ഇപ്പോൾ അനുഭവിക്കുന്നതായ വാർദ്ധക്യമുണ്ടല്ലോ. ഇവർ ഒരിക്കൽ നമ്മളെപ്പോലെ ചെറുപ്പക്കാരായിരുന്നു. അവർക്ക് ധാരാളം ആരോഗ്യമുള്ള സമയങ്ങളുണ്ടായിരുന്നു. അവർ ചുറുചുറുക്കോടെ ഓടി നടന്നവരായിരുന്നു. ദീനിയായ കാര്യങ്ങളിൽ തൽപര ബുദ്ധിയോടുകൂടി മുൻപന്തിയിൽ നിന്നവരൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് അവർ കസേരകളിൽ വിശ്രമത്തിലാണ്. അവർക്ക് ഇന്ന് നമ്മെപ്പോലെ നിന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നില്ല. പരസഹായം കൂടാതെ പള്ളിയിൽ പോലും വരുന്നത് വളരെയധികം പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാരണവന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനിക്കുമാറാകട്ടെ. അവരുടെ തണലിലായി ദീർഘകാലം ജീവിക്കാൻ നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുത, ഈ ആരോഗ്യമുള്ളതായ സമയത്ത് അല്ലാഹുവിന് വേണ്ടി നാം ഇബാദത്തുകൾ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് ആരോഗ്യം നൽകിയത് എന്തിനാണ്? നാം നമ്മുടെ ജീവിത സംബന്ധമായ കാര്യങ്ങൾ ഒരുക്കൂട്ടുന്നതിനോടൊപ്പം അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ ഏറ്റവും കൂടുതലായി നാം ഉന്മേഷത്തോടെ ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്യുവാൻ പറ്റുന്ന സമയം ചെറുപ്പക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ളതായ സമയങ്ങൾ മാത്രമാണ്. നാമും നാളുകളിൽ ഇവരെ പോലെയാകും. നാമും വാർദ്ധക്യത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് വഴുതി മാറുമ്പോൾ നമുക്ക് ധാരാളം ഒഴിവ് സമയങ്ങൾ ഉണ്ടാകും. നമുക്ക് ധാരാളം സമയമുണ്ട്. നമുക്ക് ജോലിയില്ല, നമുക്ക് തിരക്കുകളില്ല. പക്ഷേ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ മനസ്സ് പറയുന്ന തരത്തിൽ ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് സാധിക്കാതെ വരും. അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ ഒഴിവ് സമയങ്ങളിലൂടെ നാം മുതലാക്കിയെടുക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ രണ്ടാമത്തെ അനുഗ്രഹമാണ് നമ്മുടെ ഒഴിവ് സമയങ്ങൾ. നാം ജോലി തിരക്കുകളിലായിരിക്കും. അതല്ലാതെ കിട്ടുന്നതായ ഒഴിവ് സമയങ്ങൾ, ആ ഒഴിവ് സമയങ്ങൾ നാം പടച്ച റബ്ബിനെ മതിമറന്നുകൊണ്ടുള്ളതായ കളി വിനോദങ്ങളിൽ ഏർപ്പാടുകളിൽ ഏർപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിനെ മറന്നു പോകുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആളുകൾ വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് അവന്റെ ആരോഗ്യവും. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ആരാധനകൾ, ഇബാദത്തുകൾ, അള്ളാഹുവിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുണ്ടാകും. അങ്ങനെ ആ ആരോഗ്യ സമയത്തെ നാം വിസ്മൃതിയിലാണ്ടു പോകും. നമ്മുടെ ഒഴിവ് സമയങ്ങൾ നാം അലസതകളിലായി വെറുതെ കവലകളിലായി ഇങ്ങനെ ചിലവാക്കുമ്പോൾ അങ്ങനെയുള്ള രണ്ട് അനുഗ്രഹങ്ങളെ പറ്റിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമയങ്ങൾ, നമ്മുടെ ആരോഗ്യങ്ങളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ, അള്ളാഹുവിന് പിരിച്ചപ്പെട്ട മാർഗത്തിൽ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദമില്ലാതിരിക്കണമെങ്കിൽ ആ സമയങ്ങളെ, നമ്മുടെ സന്ദർഭങ്ങളെ ഏറ്റവും ബുദ്ധിപൂർവമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ടാകും. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചല്ലോ പടച്ചവനെ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറയേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിൽ ചെല്ലുന്നതോടുകൂടി അവന്റെ സകലതായ വിഷമങ്ങളും അവസാനിക്കും. നമ്മുടെ ഈ ദുനിയാവിലുള്ളതായ പിരിമുറുക്കങ്ങളും ടെൻഷനുകളും നമ്മുടെ വിഷമങ്ങളും ഒന്നും സ്വർഗത്തിൽ കാണുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗാവകാശിയായ മനുഷ്യനിക്ക് വിഷമമുണ്ടാകുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചതായ ഒരു സാഹചര്യമുണ്ട്. സ്വർഗത്തിൽ ചെന്നതിന് ശേഷവും ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് വിഷമമുണ്ടാകുമത്രേ. എന്ത് കാര്യത്തിലാണ് അവന് വിഷമമുണ്ടാകുന്നത്?
ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്നതി ഇല്ലാ അലാ സാഅത്തിൻ ലം യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫീഹാ. അല്ലാഹുവിനെ സ്മരിക്കാതെ അവൻ ദുനിയാവിൽ ചിലവഴിച്ചതായ സമയങ്ങളെ ഓർത്ത് ഒരു സ്വർഗാവകാശിക്ക് അവൻ സ്വർഗത്തിൽ ചെന്നതിന് ശേഷവും വിഷമമുണ്ടാവും, ഖേദമുണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം നമ്മുടെ അള്ളാഹുവിനെ വിസ്മൃതിയിലായിക്കൊണ്ടുള്ളതായ സമയങ്ങൾ, നാം സ്വർഗത്തിൽ ചെന്നതിന് ശേഷവും നമുക്ക് തോന്നും, ഒരു സുബ്ഹാനല്ലാഹ് ഞാൻ അധികമായി പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു 2 റക്അത്ത് ഞാൻ അധികമായി നമസ്കരിച്ചിരുന്നുവെങ്കിൽ, ഒരു ജുസു, ഒരു പേജ് കൂടി ഞാൻ അധികമായി ഖുർആനിനെ ഓതിയിരുന്നുവെങ്കിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉയർന്നതായ ഒരു പടി കൂടി സ്വർഗത്തിൽ നൽകുമായിരുന്നുവല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ വിഷമിക്കുമെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമയങ്ങളെ, നമ്മുടെ ആരോഗ്യത്തെ അത് മികച്ചതായ രീതിയിൽ നാം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവികമായി തന്നെ, ഇലാഹിപരമായി തന്നെ നൽകുന്നതായ 2 അനുഗ്രഹങ്ങളാണ് ഒരു മനുഷ്യന്റെ ഈമാൻ. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും ജനിച്ചത് തന്നെ മുസ്ലിമായിട്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം അറിയാതെ നൽകിയതായ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിനെ പറ്റി നാം ചിന്തിക്കുന്നില്ല. ഞാനും നിങ്ങളും ജനിച്ചത് മുസ്ലിമായിട്ടാണ്. അങ്ങനെ മുസ്ലിം അല്ലാതെ ജനിച്ച ഒരാളിനാണ് ഈ ഈമാനിലേക്ക് വന്നതിന് ശേഷം, സത്യദീനിലേക്ക് വന്നതിന് ശേഷം അവനിക്കത് മനസ്സിലാകും, ഇതിനു മുമ്പ് ഞാൻ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നല്ലോ, എന്നെ നീ ഇന്ന പാതയിലേക്ക് എത്തിച്ചുവല്ലോ എന്ന്. അങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ ചിന്തിക്കുമെങ്കിൽ നമ്മെപ്പോലെ ജന്മനാ മുസ്ലിമായവർ ചിന്തിക്കുക എന്നത് വളരെ തുച്ഛമായിരിക്കും. അതുപോലെ തന്നെ നാം വില കൊടുക്കാനാവാത്ത മറ്റൊരു അനുഗ്രഹമാണ് നമ്മുടെ ഒഴിവ് സമയങ്ങളെന്ന് നാം പറഞ്ഞു. നമ്മുടെ ആരോഗ്യം, ഈ ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. നാം പ്രത്യേകിച്ച് ഈ ആരോഗ്യത്തിന് വേണ്ടി നാം ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകി. ഇനി ഈ ആരോഗ്യത്തെ നാം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് അല്ലാഹു തആല തന്ന ആരോഗ്യത്തിനുള്ള ശുക്റാണ്. നാം നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ജനിച്ചതായ നമ്മൾ ഓരോരുത്തരും ഈമാനികമായി ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ഈമാനിന് നാം ചെയ്യുന്നതായ ശുക്ർ എന്താണ്? നാം അല്ലാഹുവിനോട് ദിവസവും ചോദിക്കുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ മാർഗത്തിൽ നമ്മെ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നാം ദിവസവും പലയാവർത്തി ചോദിക്കുന്നവരാണ്. അത് നമ്മുടെ ഈമാൻ അല്ലാഹു തആല നന്നതിന്റെ നന്ദി എന്നോണമാണ്. അതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തെ നൽകിയപ്പോൾ ആ ആരോഗ്യത്തിനായിട്ടുള്ള നന്ദി പ്രകടനമാണ് നമ്മുടെ ആരോഗ്യത്തെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ചുറുചുറുക്കിനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ മനുഷ്യന്റെ മേലും കിടക്കുന്ന കാര്യമാണ്. ആരോഗ്യം നമുക്ക് അല്ലാഹു തആല നൽകി. ഇനി ഈ ആരോഗ്യത്തെ പരിപാലിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് സൗഖ്യത്തെ തേടുക. അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ആരോഗ്യം വേണം, നമുക്ക് അഭിമാനം വേണം, ആരോഗ്യം വേണം, അത് എനിക്ക് ആരോഗ്യം നീ നൽകണമെന്ന് അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഫഇന്ന അഹദകും യുഅതി ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ. ഒരു മനുഷ്യനിക്ക് ഈമാനിൻ്റെതായ അനുഗ്രഹത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ ആരോഗ്യമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളതായ വിഷയങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തെ നാം സംരക്ഷിക്കണമെങ്കിൽ കുറച്ചു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ വേണ്ടി കുറച്ചു കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായ കുറച്ചു കാര്യങ്ങളുണ്ട്. ഖംസത്തും മിനൽ ഫിത്ർ, 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രകൃതിയുടെ അടയാളമാണ്. അൽ ഖിസാലുൽ ഖംസു സുനനുൻ ഉമിറ ബിഹൽ ഇസ്ലാം. 5 കാര്യങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചതായ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് 5 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അസിഹത്തു വൽ മദ്ഹറുൽ ജമീൽ, നമ്മുടെ സുന്ദരമായ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടും
ചൊവ്വായതായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടും റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തി നൽകിയതായ ഒന്നാമത്തെ കാര്യമാണ് അൽ ഖിത്താൻ. നമുക്കറിയാം, നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ നാം ചേലാകർമ്മം നടത്താറുണ്ട്. ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വ്യക്തി ശുചിത്വത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ പടിയാണ്. അവന്റെ രഹസ്യഭാഗത്തിന്റെ അഴുക്കുകൾ വന്നു കൂടുവാൻ സാധ്യതയുള്ളതായ ആ തൊലിയെ നീക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വ്യക്തി ശുചിത്വത്തിന്റെ ആദ്യ പാഠമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. രണ്ടാമത്തേത് അൽ ഇസ്തിഹ്ദാദ് ഹൽഖു ശഅറുൽ ആനത്തി. ആ രഹസ്യഭാഗത്തുള്ളതായ രോമങ്ങളെ വടിക്കലും വൃത്തിയാക്കലും എന്നുള്ളത് വ്യക്തി ശുചിത്വത്തിന്റെ മറ്റൊരു പാഠമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 40 ദിവസങ്ങൾ കൂടുമ്പോൾ ഇത്തരത്തിലുള്ളതായ നമ്മുടെ രഹസ്യഭാഗത്തുള്ളതായ രോമങ്ങളെ വൃത്തിയാക്കുക, അതിനെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വ്യക്തി ശുചിത്വത്തിന്റെ ഏറ്റവും വലിയതായ ഒരു പാഠമാണ്. നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു വസ്തുതയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ തിരക്കു പിടിച്ചതായ ഓട്ടങ്ങളിലാണെങ്കിലും ശരി, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നാം തന്നെ നമ്മുടെ ആരോഗ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്നുള്ളതായ ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തഖ്ലീമുൽ അൽഫാർ, നഖങ്ങളെ വൃത്തിയാക്കുക. പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത്, വ്യാഴാഴ്ച അസറിന് ശേഷം ജുമുഅയുടെ സമയത്തിന് മുമ്പായിട്ട് ഒരു മനുഷ്യൻ, അവന്റെ മുഅ്മിനായ മനുഷ്യൻ അവന്റെ നഖങ്ങളെ വൃത്തിയാക്കുകയാണ് എങ്കിൽ അവന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ഹയാത്താക്കിയതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒരു സുന്നത്തിനെ ഹയാത്താക്കുകയാണ് എങ്കിൽ എന്താണ് പ്രതിഫലം? 1000 ശുഹദാഇന്റെ കൂലിയാണ് ഒരു സുന്നത്തിനെ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് കരസ്ഥമാകുന്നത്. മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ശുചിത്വത്തിന് അത് ഏറ്റവും നല്ലതാണ്. കൂടുതലായി പറയേണ്ടതില്ലല്ലോ. നഖങ്ങളൊക്കെ ഇങ്ങനെ വളർത്തിയിടുമ്പോൾ വിരലുകളുടെ അടിയിൽ, നഖങ്ങളുടെ ഇടയിൽ അഴുക്കുകൾ കയറുവാനും നമ്മളുടെ ആമാശയത്തെ, വയറിനെ തന്നെ ബാധിക്കുന്നതായ അസുഖങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ അതൊരു കാരണമാണ്. ആയതുകൊണ്ട് നഖങ്ങളെ വെട്ടി വൃത്തിയാക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നെത്തുഫുൽ ഇബ്ത്ത്, നമ്മുടെ കക്ഷരോമങ്ങൾ, കക്ഷത്തിന്റെ ഭാഗത്തുള്ളതായ രോമങ്ങൾ, ആ രോമങ്ങൾ കൃത്യമായി ഇടവേളകളിൽ വൃത്തിയാക്കേണ്ടതുണ്ട്. എന്തിനാണ്? വയജൂസു ഹൽഖുഹു വ ഇസാലതുഹു ലിമൻഇ റവാഇഹിൽ കരീഹ. മോശമായ ദുർഗന്ധങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കുവാൻ, വിയർപ്പൊക്കെ അടിഞ്ഞുകൂടി ആ രോമകൂപങ്ങൾക്കിടയിലിരുന്നു കൊണ്ട് മോശമായ ദുർഗന്ധമുണ്ടായി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാനും നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാനും വേണ്ടിയാണ് അങ്ങനെയുള്ളതായ ഒരു കാര്യത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് വലിയതായ ഒരു പാതകമാണ്. മാത്രമല്ല, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ളതായ ഒരു പാഠമാണ്. അതിനെ പിഴുതു കളയുക എന്നാണ് കിതാബിന്റെ ഇബാറത്തുകളിൽ കാണുന്നത്. അത് പിഴുതു കളയുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാമല്ലോ. എന്നിരുന്നാൽ തന്നെയും അതിനെ ഔ ഹൽഖുഹു ഔ ഇസാലതുഹു എന്ന് അതിന്റെ വിശദീകരണങ്ങളിൽ തുടർന്ന് പറയുന്നുണ്ട്. അതിനെ വടിക്കുകയോ എന്തായാലും അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് ഈ 5 കാര്യങ്ങളിൽ പെട്ടതായ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായി അനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണല്ലോ എന്ന് നമുക്ക് തോന്നാം. ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് വലിയ വലിയ അപകടങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ നാം കൊണ്ടുപോയി ചാടിക്കുന്നത്. നാം ഈ വക കാര്യങ്ങളെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യം എത്രത്തോളം പ്രധാനമാണ് എന്ന് പറയുന്നതായ ഒരു ഹദീസ് കൂടി പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലമനി ഷൈഅൻ അസ്അലുല്ലാഹ്. പ്രവാചകരെ, അള്ളാഹുവിനോട് ചോദിക്കുവാൻ വേണ്ടി എനിക്കൊരു കാര്യത്തെ പഠിപ്പിച്ചു നൽകാമോ? അള്ളാഹുവിനോട് ചോദിക്കുവാൻ വേണ്ടി എനിക്കൊരു നല്ല കാര്യത്തെ പഠിപ്പിച്ചു നൽകാമോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, സലില്ലാഹൽ ആഫിയ. നീ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. നിനക്ക് ആരോഗ്യം വേണ്ടേ? നിനക്ക് നല്ല കാര്യങ്ങൾ, അള്ളാഹുവിന് വേണ്ടി നന്മകൾ ചെയ്യുവാനുള്ള ആരോഗ്യം വേണ്ടേ? അതുകൊണ്ട് നീ അള്ളാഹുവിനോട് സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, പ്രവാചകരെ, അള്ളാഹുവിനോട് ചോദിക്കുവാൻ എനിക്കൊരു നല്ല കാര്യത്തെ പഠിപ്പിച്ചു നൽകുക.
വീണ്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലില്ലാഹൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ഈ ലോകത്തിനെയും പരലോകത്തിന്റെയും സൗഖ്യങ്ങളെ, സുഖത്തിനെ നീ അള്ളാഹുവിനോട് ചോദിക്കുക. അതായത് ഈ ലോകത്ത് ആരോഗ്യം വേണം. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതിനെ നീ ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 പ്രാവശ്യവും ആ സ്വഹാബിയോട് ഉണർത്തുകയാണ്. മാത്രമല്ല, നമുക്കറിയുമല്ലോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഹിറാ ഗുഹയിൽ വെച്ച് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രൂപത്തിൽ വന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രവാചകനെ അണച്ചു പിടിച്ച് യഖറ ബിസ്മി ഓതിക്കൊടുത്ത സംഭവം നാം കേട്ടിട്ടുള്ളവരാണ്, നമുക്കറിയുന്നവരാണ്. അങ്ങനെയുള്ളതായ ആ സംഭവത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയന്ന് പേടിച്ച് പനി പിടിച്ച് വീട്ടിൽ വിശ്രമത്തിലായിട്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് 2ാമത്തെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വവുമായി വീണ്ടും മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനി പിടിച്ച് മൂടിപ്പുതച്ച് കിടക്കുന്നതായ വിശ്രമത്തിന്റെ വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നവനെ, ഖും ഫഅൻദിർ, താങ്കൾ എഴുന്നേൽക്കണം, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ രക്ഷിതാവിനെ പ്രകീർത്തിക്കണം. വസിയാബക ഫതഹ്ഹിർ, മുഷിഞ്ഞിരിക്കുന്ന താങ്കളുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റി ശുദ്ധിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ഇപ്രകാരമാണ്. മുഷിഞ്ഞിരിക്കുന്നതായ വസ്ത്രങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക, നാം നമ്മുടെ വസ്ത്രധാരണ രീതികൾ വൃത്തിയുള്ളതാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയാവർത്തി പറഞ്ഞിട്ടുള്ളതായ കാര്യമാണ്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാവുക. എങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാകുന്നത്? അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന മനസ്സുണ്ടാകണം. അള്ളാഹുവിനോട് തന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുന്നതായ മനസ്സുണ്ടാകണം. അങ്ങനെ പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. മാത്രമോ യുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുദ്ധിയുള്ളവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ളതായ ഏറ്റവും വലിയ ബന്ധമാണ് പശ്ചാത്താപത്തിന്റെ ബന്ധം. ഒരു അടിമയ്ക്ക് ഉടമ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും വലിയതായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളതായ ഒരു കാര്യത്തിന്റെ തൊട്ടുടനെ അല്ലാഹു തആല പറഞ്ഞത് വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അല്ലാഹു തആല വൃത്തിയുള്ളവരെ, ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നുവെന്നാണ്. അതായത് ദീനുൽ ഇസ്ലാമും വൃത്തിയും ശുദ്ധിയുമൊക്കെ പരസ്പരം ചേർന്നിരിക്കുന്നതായ കാര്യങ്ങളാണ്. ഒരു മനുഷ്യനിക്ക് ഈമാനുണ്ട് എങ്കിൽ അവനിക്ക് വൃത്തിയുണ്ടാകുമെന്ന് ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് വൃത്തിയുണ്ടാവണം, നമുക്ക് ശുദ്ധിയുണ്ടാകണം. നമ്മുടെ പരിസരങ്ങൾ, ഇപ്പോൾ മഴക്കാലമാണ്, എല്ലാവർക്കും അറിയാം, ധാരാളം അസുഖങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ പടർന്നു പിടിക്കുവാൻ സാധ്യതയുള്ളതായ സമയങ്ങളാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നതായ നിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കുകയും നമ്മുടെ പരിസരങ്ങൾ അതുപ്രകാരം വൃത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളത്, ഈ തരത്തിലെല്ലാം ചിന്തിക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന്റെ കൂടി അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കി നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ, നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ വഴിവക്കുകളെല്ലാം നാം വൃത്തിയാക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ മാലിന്യങ്ങൾ കൊണ്ടുപോയി പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുവാൻ പാടുള്ളതല്ല. മുൻ സമയങ്ങളിൽ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഒരു കാര്യവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാഇനൂൻ എന്ന് പറയുന്നതായ ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞു നൽകുകയാണ്. അതായത് ശാപം കിട്ടിയ ആളുകൾ. അള്ളാഹുവിന്റെ ശാപം കിട്ടിയ ആളുകളെ പറ്റി പരിചയപ്പെടുത്തുന്നു. ആരാണ് ലാഇനൂൻ എന്ന് പ്രവാചകരോട് ചോദിക്കപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫലവൃക്ഷങ്ങളുടെ അടിയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവർ. ഫലവൃക്ഷങ്ങളുടെ അടിയിൽ മലമൂത്ര വിസർജനം ചെയ്യുക,
ആളുകൾ ഒരുമിച്ച് കൂടുന്നതായ പൊതു ഇടങ്ങളിൽ വേസ്റ്റുകൾ കൊണ്ടുപോയി നിക്ഷേപിക്കുക, ഈ പ്രവർത്തനങ്ങളെ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ശാപം കിട്ടിയവർ എന്നാണ്. അങ്ങനെയുള്ളതായ ആളുകളിൽ നാം ഒരിക്കലും പെട്ടുപോകരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം ഒരാളിനും സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനവും ഒരു മുഅ്മിനിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഈ വക കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.